കുഞ്ഞുങ്ങളെ, ഒരു ശാന്തമായ രാത്രി ആയിരുന്നു അത്. എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ ധന്വിക്ക് മാത്രം ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ പതുക്കെ ജാലകത്തിനരികിലേക്ക് നടന്നു. അപ്പോൾ ടിപ്പേ ടിപ്പേ, ആകാശത്തിൽ നിന്ന് കണ്ണീർ വീഴുന്നതുപോലെ ഒരു ശബ്ദം. ധന്വി മുകളിലേക്ക് നോക്കി. അയ്യോ, വലിയ ചന്ദ്രമ്മ കരയുകയാണ്. ധന്വി പേടിച്ചുപോയി. അവൾ ഉറക്കെ വിളിച്ചു, ചേട്ടാ, വേഗം വാ. വിശ്വജിത്ത് ഓടിയെത്തി. അവനും ആകാശത്തിലേക്ക് നോക്കി. നക്ഷത്രങ്ങൾ വിറക്കുന്നു. മേഘങ്ങൾ സങ്കടപ്പെടുന്നു. ചന്ദ്രമ്മയുടെ വെളിച്ചം പോലും മങ്ങിപ്പോകുന്നു. പക്ഷേ വിശ്വജിത്ത് ധൈര്യത്തോടെ ചിരിച്ചു. അവൻ പറഞ്ഞു, വിച്ചു വന്നാൽ സാഹസം തുടങ്ങും. ധന്വി സന്തോഷത്തോടെ കൈയടി ചെയ്തു. അപ്പോൾ ചന്ദ്രമ്മ പതുക്കെ സംസാരിച്ചു. അവളുടെ ശബ്ദം വളരെ സങ്കടമായിരുന്നു. എന്റെ കുഞ്ഞു നക്ഷത്രം കാണാനില്ല. അതില്ലാതെ എനിക്ക് തിളങ്ങാൻ പറ്റില്ല. ധന്വി വിഷമത്തോടെ നിന്നു. വിശ്വജിത്ത് ചിന്തിച്ചു. അപ്പോഴാണ് മുറി മുഴുവൻ മിന്നിത്തിളങ്ങിയത്. ഒരു മാജിക് കിടക്ക വായുവിൽ പൊങ്ങി. ധന്വിയും വിശ്വജിത്തും അതിശയിച്ചു. വാവുള്ള അവർ മാജിക് കിടക്കയിൽ കയറി. അടുത്ത നിമിഷം ഷൂ, കിടക്ക ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങി. മേഘങ്ങൾ അവരുടെ കൂടെ നൃത്തം ചെയ്തു. പൂമ്പാറ്റകൾ ചുറ്റും പറന്നു. നക്ഷത്രങ്ങൾ തിളങ്ങി ചിരിച്ചു. അപ്പോൾ വിശ്വജിത്ത് ഉറക്കെ പറഞ്ഞു, വിച്ചു വന്നാൽ സാഹസം തുടങ്ങും. പെട്ടെന്ന് ഹി 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 ഒരു ചിരി കേട്ടു. ധന്വി താഴേക്ക് നോക്കി. അയ്യോ, ഒരു കുഞ്ഞു മേഘം കോട്ടൺ കാൻഡി തിന്നുകയാണ്. അവന്റെ മുഖം മുഴുവൻ പിങ്ക് നിറം. ധന്വി ചിരിച്ചു. വിശ്വജിത്തും ചിരിച്ചു. കുഞ്ഞു മേഘവും ചാടിക്കളിച്ചു. അപ്പോൾ വീണ്ടും വിച്ചു വന്നാൽ സാഹസം തുടങ്ങും. അവർ മുന്നോട്ട് പറന്നുകൊണ്ടിരുന്നു. അപ്പോൾ ടിങ്ക്, ദൂരെയുള്ള ഇരുണ്ട മേഘത്തിനുള്ളിൽ എന്തോ മിന്നി. ധന്വി പതുക്കെ ചോദിച്ചു, അതല്ല നക്ഷത്രമോ? അവർ അടുത്തേക്ക് ചെന്നു. അയ്യോ കുഞ്ഞുങ്ങളെ, ഒരു ചെറിയ നക്ഷത്രം മേഘവലയിൽ കുടുങ്ങിയിരിക്കുന്നു. ആ കുഞ്ഞു നക്ഷത്രം കരയുകയാണ്. എന്നെ രക്ഷിക്കൂ. ധന്വി വളരെ സൂക്ഷിച്ച് മേഘവല പിടിച്ചു. വിശ്വജിത്ത് ഒരു വലിയ ഊതൽ കൊടുത്തു. അപ്പോൾ പൂഫ്, മേഘവല പൊട്ടി. കുഞ്ഞു നക്ഷത്രം സന്തോഷത്തോടെ ചാടി. അത് നേരെ ആകാശത്തിലേക്ക് പറന്നു. ചന്ദ്രമ്മയുടെ അടുത്തേക്ക്. അടുത്ത നിമിഷം ആകാശം മുഴുവൻ വെളിച്ചമായി. ചന്ദ്രമ്മ വീണ്ടും മനോഹരമായി ചിരിച്ചു. നക്ഷത്രങ്ങൾ നൃത്തം ചെയ്തു. മേഘങ്ങൾ കൈയടി ചെയ്തു. അപ്പോൾ ആകാശത്തിൽ നിന്ന് കാൻഡി മഴ പെയ്യാൻ തുടങ്ങി. ധന്വി സന്തോഷത്തോടെ ചാടി. വിശ്വജിത്ത് ചിരിച്ചു പറഞ്ഞു, വിച്ചു വന്നാൽ സാഹസം തുടങ്ങും. അങ്ങനെ ആ മാജിക് രാത്രി സന്തോഷത്തോടെ അവസാനിച്ചു.